അങ്ങാടിപ്പുറം പാലത്തിൻ്റെ വീതി കുറവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് പാലം വീതി കുറച്ച് നിർമ്മിച്ചത് മോശം തീരുമാനമാണെന്ന്, അത് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു സന്ദേശം എന്ന നിലക്ക് അദ്ദേഹം പറയുകയുണ്ടായി. MLA അല്ല അത് തീരുമാനിക്കേണ്ടെന്നും പറയുകയുണ്ടായി. അപ്പോൾ പാലത്തിൻ്റെ ഈ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കലിന് എന്താണ് പ്രതികരിക്കാനുള്ളത്? CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അബദ്ധജടിലമായ ആരോപണങ്ങൾക്കും വാദഗതികൾക്കും സ്ഥിരീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം പോലും കട്ട് ചെയ്ത് ദുരുപയോഗം ചെയ്യേണ്ട ഗതികേടുണ്ടായി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം തങ്ങളുടെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും പാലത്തിൻ്റെ വീതി, റോഡിൻ്റെ വീതി തുടങ്ങിയവയൊക്കെ നിശ്ചയിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണ്, ജനപ്രതിനിധികളുടെ തലത്തിലല്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ആ സംഗതി അവിടെ വെച്ച് മുറിച്ചിട്ട് MLA-മാരോ മറ്റുള്ളവരോ അല്ല പാലത്തിൻ്റെയും റോഡിൻ്റെയും വീതി തീരുമാനിക്കേണ്ടത് എന്നുള്ള ഭാഗം എടുത്തു കളഞ്ഞിട്ട് പരസ്യമായ ദുരുപയോഗമാണ്. എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട, ഒരു നിലവാരവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് CPM ചെയ്തിട്ടുള്ളത്. പാണക്കാട് തങ്ങളെപ്പോലുള്ള ഏറ്റവും ബഹുമാന്യനായ ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ പ്രസംഗത്തെ കട്ട് ചെയ്ത് മുറിച്ചു മാറ്റി തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരസ്യമായ ദുരുപയോഗമാണ്. ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണ് CPM ചെയ്തിട്ടുള്ളത്. അവർ എത്രമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു, അവരുടെ വാദഗതികളിൽ കഴമ്പില്ലാതായിരിക്കുന്നു, അവർ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ അവർ ഏറ്റവും അവസാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുരുപയോഗം. ഒരു സംശയം ഈ കാര്യത്തിലില്ല. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ മതപണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആ വാചകത്തെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്താൽ ദൈവമേ ഇല്ല എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ പേരിൽ ഇന്ന പണ്ഡിതൻ ദൈവമില്ല എന്ന് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? പാണക്കാട് തങ്ങളെക്കുറിച്ച് ആ തരത്തിലുള്ള ഒരു ചെയ്തിയാണ് CPM ചെയ്തിരിക്കുന്നത്. വളരെ തരംതാണ ഒരു ചെയ്തിയാണ് ചെയ്തിട്ടുള്ളത്. തങ്ങൾ യഥാർത്ഥത്തിലാണ് പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന്. എത്രയോ വാഹനങ്ങൾ കൂടി, എത്രയോ വാഹനങ്ങൾ പെരുകി. ആ ഒരു കാഴ്ചപ്പാട് കൂടി ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിരുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ആ നിലയിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് തങ്ങൾ യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചത്. അതിനെ കട്ട് ചെയ്തുകൊണ്ട് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്യലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവരേതെങ്കിലും മതപണ്ഡിതന്മാരുടെ പേരിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിസം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതാ പണ്ഡിതൻ ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ലാ ഇലാഹ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ദൈവമില്ല എന്നർത്ഥമായി. ഇല്ലല്ലാ എന്ന് കൂട്ടുമ്പോഴേ അള്ളാഹു അല്ലാതെ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന പണ്ഡിതൻ ദൈവമില്ല എന്ന് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, കമ്മ്യൂണിസത്തിന് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിൽ വരെ CPM ചെയ്യുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടിൽ. കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.